ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്ത്രീത്വം ഏറെ അപമാനിക്കപ്പെടുന്ന ഒരു കാലത്തിലാണ്, അവമതിക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ആമുഖ ഉദ്ഘാടന സന്ദേശത്തിൽ വളരെ വികാരത്തോടുകൂടി സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി. നിശബ്ദതയോടെ, നിസ്സംഗതയോടെ, വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നൊരു ജനത്തെ അദ്ദേഹം തൊട്ടു നോവിക്കുകയുണ്ടായി. കാരണം നമുക്ക് ചുറ്റും നടത്തുന്നത് വല്ലാതെ വൈകൃതങ്ങളാണ്. മണിപ്പൂരിൽ സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചു, സ്വന്തം ജീവിത പങ്കാളിയുടെ മുമ്പിൽ നിന്ന് പിടിച്ചുറക്കി, സ്വന്തം മക്കളുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വിവസ്ത്രരായി തെരുവീഥിയിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ട, ക്രൂരമായി മാനഭംഗപ്പെടുത്തി അഗ്നിക്കിരയാക്കുന്ന കാഴ്ച ഹൃദയഭേദകമാണ്. അങ്ങനെയുള്ളവരുടെ ശവമൊന്ന് സംസ്കരിക്കാൻ ഇന്നലെ ശ്രമിച്ചിട്ട് നടന്നില്ല. ഭരണകൂടം അതിന് അനുമതി കൊടുത്തില്ല. അവിടുത്തെ ഹൈക്കോടതി അത് നിഷേധിച്ചു. എത്ര ഭീകരമാണ് അവസ്ഥ! ഇത് പ്രതിഷേധയോഗമൊന്നുമല്ലല്ലോ, ഞാൻ സന്ദർഭോചിതമായിട്ട് സൂചിപ്പിക്കും. അപ്പോൾ സ്ത്രീത്വം ഇത്ര അപമാനിക്കപ്പെടുന്ന, അവമതിക്കപ്പെടുന്ന, തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ഒരുപക്ഷെ ആലുവായിൽ 5 വയസ്സുള്ള ശാന്തിനിയും ഇന്നലെ ഒരു അപ്പനും അമ്മയും MBBS സർട്ടിഫിക്കറ്റ് നെഞ്ചോട് ചേർത്ത് വിതുമ്പുന്ന കാഴ്ച ആർക്കാ കരയാതിരിക്കാൻ കഴിയുക? ആരുടേതാണ്? കോട്ടയം സ്വദേശി, കൊട്ടാരക്കരയിൽ ജോലി ചെയ്ത ഡോക്ടർ വന്ദന നിർദാക്ഷിണ്യം ഒരു ക്രൂരൻ്റെ കരങ്ങളാൽ കുത്തി കൊല്ലപ്പെട്ട സംഭവം നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നിൻ്റെ നേർചിത്രങ്ങളാണ്. സ്ത്രീകൾ ഇത്ര കണ്ട് അവമതിക്കപ്പെടുന്നൊരു കാലം. എന്തിനിത് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് വാനോളം നെഞ്ചിലേറ്റിയ ഒരു സ്ത്രീത്വം. ഒരുപക്ഷെ സ്ത്രീകൾക്കൊട്ടും മതിപ്പില്ല എന്നൊക്കെ ജനം വല്ലാണ്ട് ഘോഷിക്കുന്ന യഹൂദ മത സാംസ്കാരിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നൊരു കൊച്ചു പെൺകുട്ടി ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് മനുഷ്യ മനോമുഖരങ്ങളിൽ ഒരു ശക്തസ്വാധീനമായി, വികാരമായി തീർന്നിരിക്കുക. ആ അമ്മയുടെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളാണ്. നമുക്ക് കരണീയമായിട്ടുള്ളത് അമ്മയുടെ മധ്യസ്ഥമാണ്. ഒരു സ്ത്രീയും അവമതിക്കപ്പെടരുത്, അപമാനിക്കപ്പെടരുത്, വലിച്ചിഴക്കപ്പെടരുത്, സ്ത്രീ മാനഭംഗപ്പെടുത്തപ്പെടരുത്. സ്ത്രീ പൂജിക്കുന്ന ഒരു സംസ്കാരമുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് വ്യത്യസ്തമായി കാണപ്പെടുമ്പോൾ നമുക്ക് അമ്മയോടുള്ള മധ്യസ്ഥത ഒന്നാണ്. അമ്മേ, ഞങ്ങളുടെ സ്ത്രീ ജനങ്ങളെ മാനിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അതിന് വ്യത്യസ്തമായ മനോഭാവമുള്ളവർക്കൊരു മനസ്സാന്തരം കൊടുക്കുവാൻ കുറഞ്ഞപക്ഷം നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയണം. സുരക്ഷിതമായി നാം ഇരിക്കുമ്പോഴും ഒരുപക്ഷെ വിദൂരത്തിലല്ല ഇതിനുള്ള സാധ്യതകളെന്ന് തിരിച്ചറിയാൻ വിവേകം നമുക്കുണ്ടാവണം. ഞാൻ സന്ദർഭോചിതമായിട്ടത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാ കാലത്തും അതിജീവനത്തിൻ്റെ വലിയ വഴി തുറന്ന ഒരു അമ്മയെ നാം ഓർക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിൽ നിൽക്കുമ്പോൾ അല്പം സമയം അതിക്രമിച്ചിട്ടുണ്ട്. പൊതുപരിപാടികളൊക്കെ നടക്കുമ്പോഴങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു സംഘാടകൻ കൂടിയാണല്ലോ ഞാൻ. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചുള്ള ആശങ്കയില്ല. വികാരിമാർക്ക് പലപ്പോഴും അത് ആശങ്കയാണ്. വാച്ചിൽ നോക്കി ജനത്തെ കൃത്യതയോടെ തമ്പുരാൻ അനുഗ്രഹത്തോടെ പ്രസംഗിപ്പിച്ചപ്പോഴും അതിൻ്റെ സംഘാടകരായ ശിഷ്യന്മാരാവെന്ന് പറഞ്ഞ്, ഇനി നീട്ടരുത്, പറഞ്ഞു വിടണം അവരെ, കാരണം വഴിയിൽ വെച്ച് അവർ തളർന്നു പോകാൻ ഇടയുണ്ട്. അപ്പം അതുകൊണ്ട് ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നോട്ടീസ് എനിക്ക് അച്ഛൻ അയച്ചു. വെള്ളിയാഴ്ച സധന നടത്തുന്നത് പോലെയുള്ളൊരു വലിയ ധ്യാനം പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന ആളുകൾ ആ ലക്ഷ്യത്തോടെ ഞാൻ അച്ഛനോട് മിണ്ടുകയും ചെയ്തു, കുന്നലച്ഛനോടെയും പറയുകയും ചെയ്തു. ഒരു ധ്യാനത്തിൻ്റെ മനചിന്തയോടെ വന്നിരിക്കുന്ന ആളുകൾ, മേഖലാ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ആളുകൾക്ക് പ്രോഗ്രാമിൻ്റെ നോട്ടീസ് അനുസരിച്ചൊരു ക്ലാസ് ഉണ്ടാവണം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ധ്യാന ക്ലാസ്സായിട്ട് വരുന്ന ചെറിയ ചുരുക്കം സമയങ്ങൾ. അതെ, ഇപ്പോഴേ നിങ്ങളെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അതെ, നല്ല ചൂടൊക്കെയുള്ള സമയമായതുകൊണ്ട് എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്നും ചിന്തിക്കേണ്ട, വെള്ളം കുടിക്കുന്നതുകൊണ്ട് നല്ലതാണ്. ആവശ്യമില്ലാത്തൊരു മയക്കമൊക്കെ മാറിക്കിട്ടാനുള്ള സാധ്യതയും ഏറെയുണ്ട്. അപ്പം അതുകൊണ്ട് അത് ആയിക്കോട്ടെ, അനസ്യൂതം അത് തുടർന്നു കൊള്ളട്ടെ. ആ വെള്ളത്തോടൊപ്പം ഈ വെള്ളം കുടിക്കുന്നവരൊക്കെ പിന്നെയും ദാഹിക്കും. അതെ, നമുക്ക് ഇനി ഒരിക്കലും ദാഹിക്കാത്ത ജീവനുള്ള ഉറവ തുറക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കണ്ണിടയാണ്.
അതുകൊണ്ട് തന്നെ ഈ ധ്യാന ക്ലാസ്സിന് ഞാൻ കൊടുക്കുന്നൊരു ടൈറ്റിലുണ്ട്, എ ജേർണി ടുവേഴ്സ് സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ. ആധ്യാത്മിക രൂപാന്തരത്തിലേക്കുള്ളൊരു തീർത്ഥാടനം. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ കുറിക്കുന്നൊരു ചിന്തയുണ്ട്. ഇത് കേവലം ഒരു സന്ദർശനത്തിന് വേണ്ടിയുള്ളൊരിടമല്ല, ഒരു പിക്നിക് സ്പോട്ടല്ല. വരാന്ത്യങ്ങളിൽ നമുക്കൊന്നിച്ചു ചേർന്ന് ആഹ്ലാദിക്കുന്ന, ആനന്ദിക്കുവാൻ ഇടം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലമല്ല. ഇവിടെ കടന്നു വരുന്ന ഒരു തീർത്ഥാടകൻ്റെയും മനസ്സിലുള്ള ലക്ഷ്യമൊന്നാണ്, ഒരു രൂപാന്തരമുണ്ടാവണം, ഒരു പരിവർത്തനമുണ്ടാവണം. വന്നതുപോലെ മടങ്ങാനാണെങ്കിൽ വന്നതിൽ അർത്ഥമില്ല. വന്നതുപോലെ തിരിച്ചു പോകാനാണെങ്കിൽ അതിനകത്ത് അർത്ഥമില്ല. വന്നതുപോലെ പോകാനല്ല, ഒരു മാറ്റമുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ധ്യാന ക്ലാസ്സിൽ എൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ധ്യാനമാകുമ്പോൾ ഒരു ആമുഖം വേണമല്ലോ. നമുക്കൊക്കെ പരിചയമുള്ളൊരു മനുഷ്യനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. ആ വാക്ക് കേൾക്കുമ്പോൾ തൻ്റെ മനസ്സിൽ ആ മഹാരഥൻ്റെ ചിത്രം തെളിഞ്ഞു വരും. ടി.എൻ. ശേഷൻ ഒരു പട്ടരാണ്, മലയാളിയാണ്, പാലക്കാട്ടുകാരനാണ്, IAS-കാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചില സ്ഥാനങ്ങളുടെ മഹത്വം അറിയുന്നത് ചില വ്യക്തികൾ അവിടെ വരുമ്പോഴാണ്. ഏത് സ്ഥാനത്തിൻ്റെ മഹത്വം അദ്ദേഹം ലോകത്തിന് വെളിച്ചപ്പെടുത്തി കൊടുത്തത്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന്. ആ സ്ഥാനം ഇന്ന് അലങ്കരിക്കുന്ന ആരാണെന്ന് നമ്മൾ ചോദിച്ചാൽ അറിയാം. അല്ല, PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ ചോദിച്ചാൽ അറിയാം. ഇതിന് മുമ്പ് ആരൊക്കെ വന്നു പോയി എന്ന് നമുക്കറിയില്ല. പക്ഷെ ആ മനുഷ്യനെന്ന കാലത്ത് നമുക്കറിയാം. അത് ഇന്നും നമ്മുടെ മനസ്സിൽ ആ മനുഷ്യനെക്കുറിച്ചുള്ളൊരു ചിത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു ബയോഗ്രഫിയുണ്ട്, ആത്മകഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ആത്മകഥയിൽ ഒരു ചെറിയ സൂചന കൊടുക്കുന്നുണ്ട്. അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ വാരാന്ത്യത്തിലും അദ്ദേഹത്തിന് നിർബന്ധമാണ്, ഇന്ത്യക്കകത്തുണ്ടെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ ഒരു ചെറിയ യാത്ര അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ആ യാത്ര ഒറ്റയ്ക്കല്ല, ഞാനും നിങ്ങളൊക്കെ ഒറ്റയ്ക്ക് ആ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇവിടെ അദ്ദേഹം സഹധർമ്മിണിയും ചേർത്തുകൊണ്ടാണ് യാത്ര ചെയ്യുക. അത് ഗ്രാമങ്ങളിലേക്കാണ്. പലപ്പോഴും പട്ടണങ്ങളുടെ തിരക്കുകളിലേക്ക് യാത്ര ചെയ്യാനല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്ങനെയുള്ള യാത്രയ്ക്ക് അനന്ത സാധ്യതയുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഈ വാരാന്ത്യ യാത്ര എപ്പോഴും കൊച്ചു ഗ്രാമങ്ങളിലേക്കാണ്. ആ ദിവസം വാരാന്ത്യം യാത്ര ചെയ്തൊരു കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായൊരു മാവിൻ തോട്ടം. യാത്രയുടെ ദൈർഘ്യം കൂടെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം അല്പസമയം അവിടെ നിർത്താൻ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു. ഡ്രൈവർ കാറ് കൊണ്ട് നിർത്തി. താഴെ വെളിയിലേക്ക് ഇറങ്ങി മാവിൻ തോട്ടം നന്നായി കണ്ട് ആസ്വദിക്കുക. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കണ്ണ് ചെന്നത് മാവോ മാവിൻ പൂവോ മാവിൽ പുത്തുലഞ്ഞു കിടക്കുന്ന മാങ്ങയോ ഒന്നുമല്ല. അതിൽ ഒരു മനോഹരമായ കുരുവിക്കൂടുണ്ട്. തൂക്കണാങ്കുരുവികളുടെ കൂടുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അതല്ല, എത്ര സുന്ദരമാണത്. പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്യണം. തമ്പുരാൻ അതുകൊണ്ടാണ് തൻ്റെ അനുഗ്രഹീത ഉപമകളിലൊക്കെ ഗ്രാമങ്ങളുടെ നേർക്കാഴ്ചകൾ, 2 ആഴ്ച മുമ്പ് വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന മനോഹരമായൊരു കർഷകൻ്റെ കാഴ്ച, തമ്പുരാൻ അതൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ മനോമുഖരങ്ങളിൽ ഭയങ്കര സ്വാധീനം അതിനുള്ളത്. അപ്പോൾ ഇവിടെ ഈ സ്ത്രീ ഈ കാഴ്ച കാണുകയാണ്. വീടുകൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴറിയാം, സ്ത്രീകൾ വീട്ടിൽ ചെന്നാൽ നേരിട്ട് അകത്ത് കയറില്ല, അവർ പരിയമ്പരത്ത് കറങ്ങും, ഇല്ലേ? ചെടികളും പൂക്കളും അവിടെയുള്ള കായ്കളും ഖനികളും ഒക്കെ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഒന്ന് എടുത്തുകൊണ്ട് പോകാനോ കണ്ടാൽ അനുവാദത്തോടെ വാങ്ങാനോ ഒക്കെ വ്യഗ്രത കാട്ടുന്ന ആളുകളാണ്. ഈ സ്ത്രീക്കും ആഗ്രഹം പോയി ഒരു കുരുവിക്കൂട് കിട്ടിയാൽ കൊള്ളാം. വീടിൻ്റെ ഉമ്മറത്ത് തൂക്കിയാൽ രസമാണത്. മനുഷ്യൻ ഒരുപക്ഷെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് ചെയ്താൽ പോലും ഇത്ര പൂർണ്ണത കിട്ടും. എത്ര സുന്ദരമാണ് ആ കുരുവിക്കൂട്. ആഗ്രഹിച്ചു, ഭർത്താവിനോട് അത് ആവശ്യപ്പെട്ടു. പക്ഷെ ഭർത്താവിൻ്റെ കയ്യെത്തും ദൂരത്തായിരുന്നില്ല. രാജാനബാഹുവോ മനുഷ്യൻ, പക്ഷെ കയ്യെത്തുന്ന ദൂരത്തായിരുന്നില്ല. എന്താ ചെയ്യുക? ഭാര്യയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ മലയാളികൾ നീ വേറെ പണിയല്ലോ നോക്കെന്ന് പറഞ്ഞില്ലേ. പക്ഷേ അവരങ്ങനല്ല. അവർ ഭാര്യ എന്തെങ്കിലും ആഗ്രഹത്തോടെ ആവശ്യപ്പെട്ടാൽ അത് നിവർത്തിച്ചു കൊടുക്കുക അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ അദ്ദേഹം ചുറ്റുവട്ടം നോക്കി, എന്താ പഴി, അതിനെന്താ വഴിയെന്താ നോക്കി. കുറെ കൊച്ചു കുട്ടികൾ പരിസരത്ത് ഒരു ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. കൈയടിച്ചു വിളിച്ചവൻ. അവർ കൈയടിച്ചപ്പോൾ എല്ലാവരും നോക്കിയെങ്കിലും ആരും അടുത്തു വരാൻ മടി. കാരണം ബെക്കൺ ലൈറ്റും ഒക്കെ ഉള്ളൊരു കാറാണ് വന്ന് നിർത്തിയിരിക്കുന്നത്. എന്താണ്, പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാനാണോ? നമുക്കറിയില്ലല്ലോ.
അതുകൊണ്ട് പക്ഷെ ഒരു സമർത്ഥനായ കൊച്ചു പയ്യൻ ഓടി വന്നു കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, എനിക്കൊരു കുരുവിക്കൂട് പറിച്ചു തരണം. അവൻ തലകുനിച്ച് നിൽക്കുന്ന അല്ലാണ്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അദ്ദേഹം വാലറ്റിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തിട്ട് ഒരു നോട്ട് എടുത്ത് 50-ൻ്റെ ഒരു കൊച്ചു നോട്ട്, ഏറ്റവും ചെറുതായിരുന്നു, അതെടുത്ത് കൊടുത്തു. അതെടുത്ത് കയ്യിലിട്ട് വെച്ചു. അവൻ തലയാട്ടി, ഇല്ല. അന്നേരം തോന്നി ചിലപ്പോൾ കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം 50 വെച്ചിട്ട് 100 എടുത്തിട്ട്, അപ്പോഴവൻ വളരെ ശക്തമായി പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ല. അദ്ദേഹം ഞെട്ടിപ്പോയി. ഇത്ര ആചാരബാഹുവായ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഈ കൊച്ചു പയ്യൻ പറയുക, ഞാൻ ചെയ്യില്ല. അദ്ദേഹം വിചാരിച്ചു മരത്തിൽ കയറാനുള്ള മടിയും അറിയാതെ കൊണ്ടായിരിക്കും. അവൻ പറഞ്ഞു, എനിക്കറിയാം മരത്തിൽ കയറാൻ. പക്ഷെ അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഈ കുരുവിക്കൂടുകളിലെല്ലാം ചില കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഇര തേടുവാനായി അമ്മക്കിളി പോയിരിക്കുകയാണ്. സന്ധ്യയാകുമ്പോൾ മടങ്ങി വരുമ്പോൾ ഈ കൂടിൻ്റെ സമീപത്ത് ചെന്ന് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ ഓരോ കുഞ്ഞും വന്ന് വായ തുറക്കും. അതിൻ്റെ ഉള്ളിലേക്ക് അനുഗ്രഹത്തോടെ എൻ്റെ തീറ്റ വെച്ച് കൊടുക്കുമ്പോഴുള്ള സന്തോഷമുണ്ട്. പക്ഷേ ആ കുരുവിക്കൂട് കണ്ടില്ലെങ്കിൽ, കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ അമ്മക്കിളിയുടെ ഒരു രോദനമുണ്ട്, കരച്ചിലുണ്ട്, അതിൻ്റെ വിലാപമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല സാറുമാരെ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്കറിയാം. രാത്രിയുടെ ഏകാന്ത നിമിഷങ്ങളിൽ ഇവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ദീനരോദനം മുഴക്കുന്ന ഈ കിളിയുടെ ശബ്ദം ഹൃദയഭേദകമാണ്. കേൾക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ആ കരച്ചിൽ കേൾക്കാൻ ത്രാണിയില്ലതുകൊണ്ട് ഞങ്ങളത് എടുത്തു തരില്ല. ഞാൻ ആ ഭാഗം അങ്ങ് നിർത്തുകയാണ്. ടി.എൻ. ശേഷൻ ഈ കൊച്ചനെ നെഞ്ചോട് ചേർത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ IAS പഠിച്ചിട്ട് പഠിക്കാത്ത ഒരു പാഠം ഈ കൊച്ചുമോൻ എന്നെ പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പ്രകൃതിയെ തിരിച്ചറിയുവാൻ, പ്രകൃതിയിലെ ചില കൊച്ചു ജീവികളുടെ പോലും പ്രതികരണങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്ന വിശാലമായ ഹൃദയം അത് IAS എനിക്ക് തന്നില്ല, എൻ്റെ ജീവിത പാഠങ്ങൾ എനിക്ക് തന്നില്ല. പക്ഷേ ഈ കൊച്ചു കുഞ്ഞെന്നെ പഠിപ്പിച്ചു എന്ന് അദ്ദേഹം ആത്മകഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്തിന് ഒരു ധ്യാനത്തിൻ്റെ ആമുഖമായി ഇത് കുറിക്കുന്നു എന്ന് ചോദിച്ചാൽ, അമ്മക്കിളിയുടെ രോദനമുണ്ട്. ഈ തീറ്റയുമായി വന്നപ്പോൾ അനേക കിളിക്കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ല, പറന്നുപോയിരിക്കുന്ന എവിടേക്കോ. ലക്ഷ്യബോധമില്ലാതെ മനുഷ്യൻ പറക്കുകയാണ്. ഈ അമ്മക്കിളിയുടെ രോദനത്തിന് കാതോർക്കുമോ? ഈ ധ്യാനം അതിനാ. ഈ ധ്യാനത്തിൻ്റെ ലക്ഷ്യം അതാ. അമ്മക്കിളിയുടെ രോദനത്തിന് അമ്മ കരയുക, ഉടയവൻ കരയുക, തൻ്റെ സൃഷ്ടിയെ തെരയുക. ഈ കൊച്ചു കൂടിനകത്ത്, മൺകൂടാരത്തിനകത്ത് ജീവന്റെ ആത്മാവിനെ തന്ന് നമ്മെ ആക്കിയിരിക്കുന്നത് അമ്മയുടെ ആ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടിയാണ്. ആ ശബ്ദം കേട്ട ഒരു സ്ത്രീത്വമാണ് കന്യകമറിയ. നമുക്കും ആ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുവാനായിട്ട് സാധിക്കുമോ? അമ്മക്കിളിയുടെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കുമോ? ഞാൻ ഈ ധ്യാന ക്ലാസ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അതിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ടൈറ്റിൽ ഞാനിട്ടു, ദ ജേർണി ടു എ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, ആധ്യാത്മിക പരിവർത്തനത്തിലേക്കുള്ളൊരു തീർത്ഥാടനം. അതെടുക്കാനൊരു കാര്യമുണ്ട്. ആ കാര്യം മറ്റൊന്നല്ല, നാളെ കഴിഞ്ഞാൽ സഭ ആരാധനയുടെ ഒരു പുതിയ കാലത്തിലേക്ക് കടക്കുക. അപ്പം അത് ക്ലാസ്സിലേക്ക് വന്നു പോകും. ആരാധനയുടെ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുക. ആരാധന കാലത്തെ വിഭജിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇറ്റ്സ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ 2 സെഗ്മെന്റ്സ്. കെംതായുടെയും ഷുലീബായുടെയും കാലമെന്ന് നാം പഠിക്കുന്നുണ്ട്. എന്നാൽ അതിനെ സസൂക്ഷ്മമായി 7 കാലങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതാണ് 7 കാലങ്ങൾ? അത് തമ്പുരാന്റെ തിരുപ്പിറവിയുടെ കാലം, ദ സീസൺ ഓഫ് നേറ്റിവിറ്റി. ആദ്യകാലം അതാണ്. ഒരുക്കകാലമെന്നും തിരുപ്പിറവിയുടെ കാലമെന്നും ഒക്കെ പറയുന്ന സീസൺ ഓഫ് നേറ്റിവിറ്റിയാണ്. അതിൻ്റെ രണ്ടാമത്തെ കാലം ദ സീസൺ ഓഫ് എപ്പിഫനി എന്ന് പറയും. ധനഹാകാലം എന്നാണ് സാധാരണ മലയാളത്തിൽ പറയുന്നത്. മമോദീസായുടെ കാലഘട്ടമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിനുശേഷം ദ ലെൻഡൻ സീസൺ, നോമ്പിൻ്റെ കാലമായിട്ട് അതിനെ തിരിക്കുന്നുണ്ട്. 3-ാം ഘട്ടം നോമ്പിൻ്റെ കാലഘട്ടമായി ഏകദേശം 7 ഞായറാഴ്ചകൾ ഉൾപ്പെടുന്ന, അങ്ങനെ 7-7-49 50 നോമ്പിൻ്റെ കാലം. അതിനുശേഷം ഈസ്റ്ററിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയുള്ള 7 ആഴ്ചകളുടെ സമന്വയമായ നോമ്പ് കാലത്തേക്ക് കടക്കുന്നു. എന്നിട്ട് ഈസ്റ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ കെംതായുടെ കാലമാണ്, ദ സീസൺ ഓഫ് റെസറക്ഷൻ. കെംതായുടെ കാലമാണ്. ഈ കെംതായുടെ കാലം പൂർത്തീകരിക്കുന്നത് ഈ നാളെ കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണ്. ആ സീസൺ തുടങ്ങുന്നത് ദ സീസൺ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ എന്നാണ്. അത് തേജസ്കരണത്തിൻ്റെ,
മഹത്വീകരണത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ കഴിഞ്ഞ് പരിശുദ്ധ സഭ. ആ ആഴ്ചകൾ പിന്നെ നീങ്ങുന്നത് സെപ്റ്റംബർ 14 വരെയാണ്. സെപ്റ്റംബർ 14 വീണ്ടും ഒരു സീസണിലേക്ക് പ്രവേശിക്കുന്നു, ദ സീസൺ ഓഫ് ദ ഹോളി ക്രോസ്. പ്രത്യേകിച്ച് എന്തിൻ്റെ കാലമെന്നാണ് പറയുന്നത്? അതിനെ കുരിശിൻ്റെ കാലഘട്ടം, ക്രൂശിൻ്റെ വഴി, ക്രൂശിൻ്റെ കാലഘട്ടം, ക്രൂശിൻ്റെ സീസൺ. അങ്ങനെയുള്ള 7 കാലഘട്ടങ്ങളിലായിട്ടാണ് പരിശുദ്ധ സഭയുടെ ആരാധന വർഷത്തെ. പലപ്പോഴും പറയും ആരാധനയ്ക്ക് എന്നാ പുതുമയുള്ളത്, ചിന്തകൾക്ക് എന്താ പുതുമയുള്ളത്, അതിന് ശൈലികൾക്ക് എന്താ വ്യത്യസ്തതകളുള്ളത്, മൊണോട്ടോണസ് ആണെന്നൊക്കെ പറയുന്ന ആളുകളോട്, പ്രത്യേകിച്ച് വ്യത്യസ്ത രാജ്യങ്ങളിലെ സംസ്കാരങ്ങളിൽ ശുശ്രൂഷിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. നമ്മൾ തിരിച്ചറിയേണ്ട കൃത്യതയോടുകൂടി 7 കാലഘട്ടങ്ങളിലായി തിരിച്ച് 7 കാലഘട്ടങ്ങളിലേക്ക് വ്യത്യസ്തമായ ചിന്തകൾ സമന്വയിപ്പിച്ചുകൊണ്ട് അതിനനുയോജ്യമായ വേദചിന്തകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിന് തക്കതായ നിറങ്ങളിലൂടെ ആരാധന ഗാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഒക്കെ ചിട്ടപ്പെടുത്തിയ ആരാധനയുടെ ശൈലിയാണ് നമുക്കുള്ളത്. അപ്പം അതുകൊണ്ട് നാളെ കഴിഞ്ഞ് ആരംഭിക്കുന്നത് പുതിയൊരു കാലഘട്ടത്തിലേക്കാണ്. നാളെ കഴിഞ്ഞൊരു മൊറാനായ പെരുന്നാൾ, പ്രത്യേകിച്ച് സമാജത്തിൻ്റെ പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നൊരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രത്യേകിച്ച് അമ്മയുടെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളിലെ പ്രധാനപ്പെട്ടൊരു മൊറാനായ പെരുന്നാൾ വരുന്നുണ്ട്. അതേതാണ്? അത് ഓഗസ്റ്റ് 6 തേജസ്കരണ പെരുന്നാളാണ്. അമ്മയുടെ നോമ്പിൻ്റെ നടുവിലായിട്ട് വരുന്നതാണ്. ഈ തേജസ്കരണത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ വ്യത്യസ്ത ഇടങ്ങളിൽ ഈ ധ്യാനവും ക്ലാസ്സുമായി സമന്വയിപ്പിക്കാനാണ് ഞാൻ ആ ഭാഗത്തെ കൊണ്ടിരുന്നത്. വ്യത്യസ്തമായി 3 സുവിശേഷങ്ങളിലും സവിസ്തരമായി പ്രതിപാദിക്കുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം എടുത്താൽ 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം എടുത്താൽ 9-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അത് പ്രകീർത്തിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം എടുത്താൽ 18 മുതലുള്ള വാക്യങ്ങളിൽ ഏകദേശം 27-ാം വാക്യം വരെ വായിക്കുമ്പോൾ മനോഹരമായി ഈ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോഴൊരു സംശയമുണ്ട്, എന്തേ ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച 2 ശിഷ്യന്മാരുണ്ടല്ലോ, അവരെന്തേ അത് സൂചിപ്പിക്കാഞ്ഞത്? ആരാണ് സാക്ഷ്യം വഹിച്ചത്? യേശു തമ്പുരാൻ തൻ്റെ തേജസ്കരണ പർവ്വതത്തിലേക്ക് പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോയ 3 ശിഷ്യന്മാരെ കുറിച്ച് ഈ 3 വേദഭാഗത്തും പ്രതികീർത്തിക്കുന്നുണ്ട്. ആരൊക്കെയാണത്? പത്രോസും യാക്കോബും യോഹന്നാനും. ഇതിൽ പത്രോസും യോഹന്നാനും ഇതേക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് സൂചിപ്പിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ അത് സൂചിപ്പിക്കുന്നു. അവിടെ വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞതിന് ശേഷം യോഹന്നാൻ ഭംഗിയായിട്ടാണ് കുറിക്കുന്നത്. എന്താ പറയുന്നത്? 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. എന്താ കണ്ടത്? അവൻ്റെ തേജസ്, പിതാവിൽ നിന്നുള്ള പുത്രൻ തമ്പുരാന്റെ തേജസ് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് വളരെ മനോഹരമായി യോഹന്നാൻ ശ്ലീഹ സൂചിപ്പിക്കുക. കണ്ടതിനെ സാക്ഷിക്കുന്ന യോഹന്നാന്റെ ഭാഗം അവിടെ കാണുന്നുണ്ട്. വീണ്ടും 2-ാം പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ നിർമ്മിത കഥകളെ കൊണ്ടല്ല, പിന്നെയോ ഈ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ സത്യം നിങ്ങളോട് അറിയിക്കുന്നു. കെട്ടുകഥകൾ കൊണ്ടല്ല, ഞങ്ങളുടെ മനസ്സിൽ കെട്ടിപ്പിടിച്ച കഥകൾ കൊണ്ടല്ല, കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും തൊട്ടറിഞ്ഞതുമായ സത്യം. അതാണ് പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. വിസ്താര ഭയത്താൽ ആ വാക്യം എടുക്കുവാനോ വായിപ്പിക്കുവാനോ ഞാനിവിടെ ആവർത്തിക്കുവാനോ ഒന്നും ശ്രമിക്കുന്നില്ല. നോട്ട് ചെയ്തിട്ടുള്ളവർക്ക് സൗകര്യമായിട്ടത് സന്ദർഭോചിതമായിട്ടതിൻ്റെ റെഫറൻസിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് 3 സുവിശേഷകന്മാരും വളരെയധികം പ്രതിപാദിക്കുന്നതോടൊപ്പം ഇതിന് സാക്ഷികളായ, ദൃക്സാക്ഷികളായ പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായും പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായും സുന്ദരമായി ഈ വിഷയം ഈ വേദഭാഗത്ത് പ്രകീർത്തിക്കുന്നുണ്ട്. ഞാൻ കുറിവാക്യമായിട്ട് എടുക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യമാണ്. 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, അവൻ 8 നാളുകൾക്ക് ശേഷം പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന പർവ്വതത്തിലേക്ക് പോയി. അവൻ 3 പേരെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന പർവ്വതത്തിലേക്ക് യാത്രയായി. പ്രാർത്ഥിക്കാനൊരിടം കണ്ടെത്തുകയാണ്. അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് സസൂക്ഷ്മം നാം വായിക്കുമ്പോൾ കൃത്യതയോടെ അക്കമിട്ട് പല കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ വലിയ രൂപാന്തരം. പ്രയർ ക്യാൻ പെർഫോം വണ്ടേഴ്സ്. എന്തൊക്കെ രൂപാന്തരങ്ങളാണ്? ക്രിസ്തുവിൻ്റെ മുഖഭാവം മാറുന്നു,
വസ്ത്രത്തിൻ്റെ നിറം മാറുന്നു, തൻ്റെ ശിഷ്യന്മാർക്ക് മനോഭാവം മാറുന്നു. ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങൾ, ഒത്തിരി ഒത്തിരി ഭാവമാറ്റങ്ങൾ, ഒത്തിരി ഒത്തിരി ചലനാത്മകമായ ട്രാൻസ്ഫോർമേഷൻസ്, രൂപാന്തരങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഞാൻ അതിലേക്കൊക്കെ വിശദമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ പ്രത്യേകമായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും മഹത്വ സാന്നിധ്യമൊക്കെ ഈ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ഞാൻ ഒന്നാമതാണ് അടിവരയിടുന്നത്, പ്രത്യേകിച്ച് പ്രാർത്ഥനാക്കൂട്ടവും ധ്യാനത്തിനു വേണ്ടി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ ഞാൻ അടിവരയിടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ഒരു ചിന്ത, ദൈവ അനുഭവത്തിലേക്കുള്ള, അതൊരു ടെക്നിക്കൽ ടൈം, ദൈവാനുഭവത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവാനുഭവത്തിലേക്കുള്ളൊരു ക്ഷണം. ഓരോ ആധ്യാത്മിക ശുശ്രൂഷയും ദൈവാനുഭവത്തിലേക്കുള്ളൊരു ക്ഷണമാണ്. ഒരുപക്ഷെ ഈ പ്രോഗ്രാം സംഘടനകളുടെ പ്രവർത്തകർ എല്ലാ സംഘടനകളിലേക്ക് അറിയിക്കുമ്പോൾ, ഇടവക വികാരി ഇവിടെ നടക്കുന്ന ധ്യാനത്തെക്കുറിച്ചും 15 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിൻ്റെ അനുഗ്രഹീത കാര്യങ്ങൾ നമ്മളെ അറിയിക്കുമ്പോഴും ഒക്കെ ഇറ്റ്സ് ആഫ്റ്റർ ഓൾ ആൻ ഇൻവിറ്റേഷൻ, ഒരു ക്ഷണമാണ്, നമ്മെ ക്ഷണിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ക്ഷണമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ അത്ര സുന്ദരമായി ഞായറാഴ്ചകളിൽ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ നിന്ന് മണി മുഴങ്ങുമ്പോൾ പിതാക്കന്മാർ നമ്മെ പണ്ട് പഠിപ്പിച്ചു, എന്താ മണി കേട്ടാലുടൻ എന്ത് ചെയ്യണം? ഒരു കുരിശു വരയ്ക്കണം. കാരണം ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്, ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് ആ പർവ്വതത്തിലേക്ക്. ഓരോ ബലിപീഠവും പർവ്വതമാണ്. അതുകൊണ്ടാണ് ദേവാലയം ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ചെന്നാൽ എത്ര പടികൾ ചവിട്ടിയാണ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരിക. ഓരോ പടികളും ആ പർവ്വതത്തിൻ്റെ ഉയരങ്ങളിലേക്ക്, കാൽവറിയിലേക്കാണ് നാം ഓരോ ഞായറാഴ്ചയും കടന്നു ചെല്ലുന്നത്. കാരണം ബലിയർപ്പിക്കപ്പെടുന്നത് കാൽവറിയാണ്, തമ്പുരാന്റെ സെഹിയോൻ മാളികയാണ് ബലി. ഓരോ സന്ധ്യായാമങ്ങളിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അത് തമ്പുരാന്റെ അനുഗ്രഹീതമായ പർവ്വതമാണത്. ആ പർവ്വതത്തിലേക്കുള്ള യാത്രയാണത്. അത് ഒലിവുമലയിലേക്കുള്ള യാത്രയാണത്. തമ്പുരാൻ രക്തം വിയർപ്പുതുള്ളിയായി കണ്ണുനീരോട് ഒഴുക്കിയ ആ ഒലിവുമലയിലേക്കുള്ള യാത്രയാണത്. അതുകൊണ്ട് ഓരോ യാമങ്ങളും, ഓരോ പ്രാർത്ഥനകളും, ഓരോ ആരാധനകളും, ഓരോ കൗദാശിക അനുഭവങ്ങളും, ഓരോ ധ്യാനങ്ങളും, ഓരോ ക്ലാസ്സുകളും, കൺവെൻഷൻ യോഗങ്ങളും, ഓരോ ആധ്യാത്മിക കർമ്മങ്ങളും എന്താണെന്ന് ഞാൻ പറയാൻ ശ്രമിച്ചത് ദൈവാനുഭവത്തിലേക്കുള്ളൊരു ക്ഷണമാണ്. ഇവിടെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ക്രിസ്തു ഒരു ക്ഷണമാണ്, ഒരു ക്ഷണമാണ്. വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടി? കേവലം ഒരു കാഴ്ച കാണുന്നതിനുള്ള ക്ഷണമല്ല, അവിടെ ഒരു കൂട്ടായ്മ ആചരിക്കുന്നതിനുള്ള ക്ഷണമല്ല, അവിടെ ഒന്നിച്ചൊരു സംഗമം നടക്കുന്നതിനുള്ള ക്ഷണമല്ല, അവിടെ ഒരു പ്രതിഷേധവും പ്രകടനവും നടത്തുന്ന ക്ഷണമല്ല, അവിടെ ഉല്ലാസത്തിന് വേണ്ടിയുള്ളൊരു വേദിയല്ല. അതിനപ്പുറം ദൈവാനുഭവത്തിലേക്ക്. ഇവിടെയാണ് ക്ലാസ്സിൽ ഊന്നൽ കൊടുക്കുന്നത്. ഒരു വാക്ക് ഞാൻ ഗ്രീക്കിൽ പറയുന്നു, തെയോസിസ്. ഒരാധ്യാത്മിക ചൈതന്യം പേറുവാൻ വേണ്ടി ദൈവം നമ്മെ ഒരുക്കുന്ന, ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്ന അനുഗ്രഹീതമായ ഗ്രീക്ക് പദമാണ് തെയോസിസ്. പൗരസ്ത്യാധ്യാത്മികതയിലെ കാതലായ ഒരു വേദശാസ്ത്ര മർമ്മമാണ് തെയോസിസ്, തേജസ്കരണം. നമ്മെ ദൈവം വിളിക്കുന്നത് തേജസ്കരണത്തിലേക്കാണ്, ഒരു ദൈവാനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ഈ ഒരു ബോധ്യം നമ്മെ ഭരിപ്പാൻ തക്കവണ്ണം ഇവിടെയാവണം. ഒരു മൗണ്ടൻ പീക്ക് എക്സ്പീരിയൻസ് ആണ് ഓരോ ശുശ്രൂഷയും, ഒരു മൗണ്ടൻ പീക്ക് എക്സ്പീരിയൻസ് ആണെന്നുള്ളൊരു ബോധ്യം എത്ര പേരെ ഭരിക്കാറുണ്ട്? നമ്മളൊക്കെ എത്രയോ ശുശ്രൂഷകളിൽ, അത് ബലിയർപ്പണമാവട്ടെ, ധ്യാനയോഗങ്ങളാവട്ടെ, ഏതെല്ലാം ശുശ്രൂഷകളും കൗദാശിക അനുഭവങ്ങളാവട്ടെ, എത്രയോ സംബന്ധിച്ചിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. പക്ഷേ ഒരു ദൈവാനുഭവത്തിൻ്റെ അനുഭവമായി, ദൈവാനുഭവത്തിൻ്റെ ഒരു ഫീൽ ഉണ്ടാകാറുണ്ടോ? ബലിപീഠത്തിൽ നിന്ന് ഉച്ചത്തിൽ പുരോഹിതനും ശുശ്രൂഷകനും അനുബന്ധമായി വിളിച്ചു പറയുന്ന വാക്കുകളുണ്ട്. എന്താ? നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും വിചാരങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മിശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന സ്വർഗീയ മഹോന്നതങ്ങളിലായിരിക്കണം. എത്ര സുന്ദരമായി, എത്ര ഉച്ചത്തിൽ അട്ടഹസിച്ച് വിളിച്ചു പറയുക. നമ്മൾ മറുപടിയും പറയും, അയ്യോ ഇപ്പോൾ ഞങ്ങളുടെ മനസ്സ് എല്ലാം എവിടെ ഇരിക്കുന്നതാ. തമ്പുരാൻ അറിയാം എവിടെയാണ് നിന്റെ മനസ്സിരിക്കുന്നത്. ആരാധനയിൽ സംബന്ധിക്കുന്ന നിമിഷങ്ങളിൽ പോലും പലപ്പോഴും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നില്ല, ഈ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നില്ല, ഈ ഒരു ദൈവാനുഭവം ഉണ്ടാവുന്നില്ല. ഇതൊരു വലിയ പ്രശ്നം. ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന ഞാനും മനസാക്ഷിത്വത്തോട് ഞാൻ എന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോഴും ആഘോഷം നടത്തുമ്പോഴും പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോഴുമൊക്കെ
ഏകദേശം 30 വർഷം പിന്നീട് കാണും പൗരോഹിത്യ ശുശ്രൂഷയിൽ. ദൈവമേ, ആ ഒരു അനുഭവം ഇന്ന് വ്യക്തിപരമായി ഗീവർഗീസ് ദുതിയൻ ബാവയൊക്കെ പറയുന്നുണ്ട്, പലപ്പോഴും ശോശപ്പെ ആഘോഷിക്കുമ്പോൾ കൈ താഴ്ത്താൻ കഴിയുന്നില്ല. ആ ബലിപീഠത്തിലേക്ക് ഇറങ്ങി വരുന്നത് അനുഭവവേദ്യമായെങ്കിലേ നിർത്താറുള്ളൂ. മാത്യൂസ് ദുതിയൻ ബാവ പറയും, പട്ടം കൊട കൊടുക്കുമ്പോൾ കുറിയേലായിസോൻ പറഞ്ഞു വായ കഴയ്ക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെ കയ്യാവസിപ്പ് നിർത്തുക? ആത്മാവ് ഇറങ്ങി ആവസിച്ചു എന്ന് 100% തൻ്റെ മനസാക്ഷിയിൽ ബോധ്യപ്പെട്ടെങ്കിലേ ആ കയ്യാവസിപ്പ് നിർത്തിയുള്ളൂ എന്നാണ് പറയുന്നത് അദ്ദേഹം. നമ്മിൽ എത്ര പേർക്ക് പൗരോഹിത്യത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ഞാൻ എന്നോട് ഒരു സത്യകുമ്പസാരം മനസാക്ഷിയോട് ചോദിക്കുന്നു, അനുഭവദ്യമായിട്ടുണ്ടോ? നിങ്ങളോട് ചോദിക്കുന്നു. നാം ഓരോരുത്തരും അവരവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആധ്യാത്മികതയുടെ വൈവിധ്യങ്ങളാകുന്ന ശുശ്രൂഷകളിൽ ഭാഗഭാക്കാക്കിക്കൊണ്ട് ആത്മനിറവോടെയൊക്കെ ഞാനും നിങ്ങളും മടങ്ങുമ്പോൾ ചോദിക്കേണ്ട ഒരു ചെറിയ ചോദ്യമുണ്ട്. ഒരു ദൈവാനുഭവം എനിക്കുണ്ടായോ? ഒരു ദൈവാനുഭവം ഉണ്ടായോ? ഒരു ക്രിസ്താനുഭവം ഉണ്ടായോ? ദൈവത്തിൻ്റെ സാമീപ്യവും സാന്നിധ്യവും പർവ്വത മുകളിൽ അനുഗ്രഹത്തോടെ തമ്പുരാൻ്റെ ഉച്ചൈസ്വരം മുഴങ്ങിയ ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങിയോ? തമ്പുരാൻ്റെ പുത്രൻ തേജസ്കരണത്തിൽ നിൽക്കുന്ന ഭാവമൊന്ന് കാണാൻ എനിക്ക് സാധ്യമുണ്ടായോ? ഇത് നാം ആത്മശോധന ചെയ്യേണ്ടുന്ന വിഷയമാണ്. അപ്പോൾ ഓരോ ശുശ്രൂഷയും ക്രിസ്താനുഭവത്തിലേക്കുള്ള ദൈവാനുഭവത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഈ ദൈവാനുഭവം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം പരാജയപ്പെടുന്നത്. ഈ ലിറ്റർജി കഴിഞ്ഞിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴും ആ ജീവിതത്തെ പോലും പിതാക്കന്മാർ കൊടുക്കുന്നത് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്നാണ്. കാരണം എൻ്റെ ജീവിതം തന്നെ ലിറ്റർജി ആയിട്ട് തീരണം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ടു, ലിറ്റർജിക്ക് ശേഷം, ആരാധനയ്ക്ക് ശേഷം ഒരു ദേവാലയത്തിൽ നടന്ന 6-7 കോടി മുടക്കിയ ഒരു ദേവാലയം, പേര് പറയുന്നില്ല, ഓൺലൈനിലുണ്ട്, പേര് പറയുന്നില്ല. ആരാധനയ്ക്ക് ശേഷം ആലയ അങ്കണത്തിൽ വെച്ച് തന്നെ ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി നമ്മൾ കണ്ടു. ആക്രോശിക്കുന്ന, കയ്യിൽ മൈക്കെടുത്തു കൊണ്ടുപോകുന്ന, ആ പള്ളിക്കകത്തുച്ചരിക്കുവാൻ കഴിയാത്ത വാക്കുകൾ ഉച്ചരിക്കുന്ന വല്ലാത്ത ഒരാത്മവിവശതയുടെ ചിത്രം നാം കണ്ടില്ലേ? എന്തോരം ഡാമേജ് അതുണ്ടാക്കിയത് സഭയ്ക്ക് മുഴുവനോ ക്രൈസ്തവ സമൂഹത്തിന് മുഴുവനായി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ കേസും പിൻവലിച്ചു, തമ്മി കെട്ടിപ്പിടിച്ചു, വലിയ അതാരും അറിയുന്നില്ല. ആ അനുരഞ്ജനം ആരും അറിയുന്നില്ല. പക്ഷെ ലോകം പറഞ്ഞത് ഈ തിന്മയാണ് വാസ്തവത്തിൽ. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കണം, ദൈവാനുഭവം സ്വായത്തമാക്കേണ്ട ഇടത്ത് ദൈവാനുഭവത്തിനപ്പുറം പലപ്പോഴും നമ്മിൽ നിന്നൊക്കെ വരുന്ന പ്രതികരണം, ദേവാലയത്തിനകത്തും പുറത്തും വീടുകളിലും ഒക്കെ ഞാനും നിങ്ങളുമൊക്കെ അനുദിന ജീവിതത്തിൽ അനുവർത്തിക്കുന്ന ജീവിതശൈലി ഒരു ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി ആണോ? ദൈവാത്മാവിൻ്റെ അനുഭവത്തിലാണോ? ദൈവ അനുഭവത്തിൻ്റെ ഒരു ക്ഷണം എനിക്ക് ലഭിച്ചു എന്ന ബോധ്യത്തോടെയാണോ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്? അതുകൊണ്ട് നാം പൂർണ്ണതയിലേക്കുള്ള ഈ സഞ്ചാര വഴികളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ അതിന് വ്യത്യസ്ത വഴികളുണ്ട്. ആരാധനയുടെ വഴിയുണ്ട്, അത് വിശുദ്ധ നോമ്പിൻ്റെ വഴിയുണ്ട്, കൗദാശികമായ വഴിയുണ്ട്. ഈ വഴികളെല്ലാം അനുഗ്രഹത്തോടെ നമ്മെ നയിക്കുന്നത്, ഈ തീർത്ഥാടനത്തോടെ നമ്മെ നയിക്കുന്നത് ക്രിസ്തു സാന്നിധ്യം അനുഭവിപ്പാനായിട്ടാണെന്നുള്ള ഒരു ബോധ്യം നമ്മെ ഭരിപ്പാൻ തക്കവണ്ണം ഇടയാവും. ഈ ക്രിസ്തു സാന്നിധ്യവും ബോധവും നമുക്ക് അനുഭവവേദ്യമായിട്ട് തീരണമെങ്കിൽ ഒരു കാര്യമുണ്ടാവണം. ഈ ക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാനും ഈ ക്ഷണം ലഭിക്കാനുള്ളൊരു കാരണമുണ്ട്. അതാ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് ട്രാൻസ്ഫിഗറേഷൻ്റെ സൂചന കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് മനോഹരമായി അത് സൂചിപ്പിക്കുന്നുണ്ട്. എന്താ അവിടെ സൂചിപ്പിക്കുന്നറിയാമോ? കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് മറുപടി പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ. ദാറ്റ്സ് അഫർമേഷൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന ഒരു ഭക്തന് മാത്രമേ ഈ ദൈവാനുഭവത്തിലേക്കുള്ള ക്ഷണം ലഭിക്കുകയുള്ളൂ. വിശുദ്ധ മാമോദീസായിലൂടെ എൻ്റെ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് അവൻ രക്ഷകനാണെന്നുള്ള വിശ്വാസമൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണ്. മൂറോൻ അഭിഷേകത്തിലൂടെ ക്രിസ്തുവിൻ്റെ പരിമളവാസനയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഞാനും നിങ്ങളും ഈ ദൈവാനുഭവത്തിലേക്ക് അനുദിനം തീർത്ഥാടനം നടത്തുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയുടെ ഒന്നിച്ചുള്ള കൂട്ടായ്മകൾ അത് വീട്ടിലായിക്കൊള്ളട്ടെ, വാരാന്ത്യങ്ങളിൽ ആരാധനാലയങ്ങളിൽ ചെന്നുള്ള ആരാധനയുടെ സംബന്ധമാവട്ടെ, തമ്പുരാൻ്റെ തിരുശക്തികളുടെ അനുഭവമാവട്ടെ, കൂട്ടായ്മകളുടെ ഇടങ്ങളാവട്ടെ, ധ്യാനയോഗങ്ങളാവട്ടെ, കൺവെൻഷൻ്റെ ഇടങ്ങളാവട്ടെ, വിശുദ്ധ നോമ്പിൻ്റെയും വ്രതത്തിൻ്റെ അനുഷ്ഠാനങ്ങളാവട്ടെ, ഇത് നമ്മെ ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാൻ തക്കവണ്ണം ഇടയാവണം. നമ്മുടെ യാത്ര
പർവ്വതമുകളിലേക്കാണോ അതോ സുഖലോലുപതയുടെ താഴ്വരയിലേക്കാണോ? ഞാനും നിങ്ങളുമൊക്കെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നത് സുഖലോലുപതയുടെ താഴ്വരയാണ്. അതുകൊണ്ടാണ് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. തമ്പുരാൻ മടങ്ങി വരുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത, ശക്തിയില്ലാത്ത, ശക്തി ചോർന്നുപോയ ഒരു ജനക്കൂട്ടമായിട്ട് അവരെ കാണുകയാണ്. അതുകൊണ്ട് താഴ്വരയിൽ നിൽക്കുന്നവർക്ക് ദൈവാനുഭവം ഒരിക്കലും ഉണ്ടാവില്ല. ദൈവാനുഭവം ഉണ്ടാകാത്തവർക്ക് ദൈവശക്തിയിൽ ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കില്ല. അതുകൊണ്ട് കർമ്മധീരരായിട്ടുള്ള സംഘടനയുടെ പ്രവർത്തകരും കുടുംബങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ആധ്യാത്മികതയുടെ ചൈതന്യം പേറിക്കൊണ്ട ശുശ്രൂഷയുടെ വാഹകരാകുവാൻ നിയോഗിക്കപ്പെട്ട എളിയ ശുശ്രൂഷകരെ ഞങ്ങളുമൊക്കെ ഓർക്കേണ്ടുന്ന സത്യം മറ്റൊന്നല്ല. നാം വിശ്വാസമൊക്കെ വാനോളം ഉയർത്തുമ്പോഴും നമ്മുടെ ആത്മാവിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, യാത്ര താഴ്വരയിലേക്കാണോ അതോ പർവ്വതത്തിലേക്കാണോ? പർവ്വതത്തിലേക്കുള്ള യാത്ര ദൈവാനുഭവത്തിലേക്കുള്ള ക്ഷണമാണ്. ആ ദൈവാനുഭവത്തിലേക്കുള്ള ക്ഷണത്തിന് നമുക്ക് കാതോർക്കാൻ സാധിക്കണം. വിസ്താര ഭയത്തിൽ ഞാൻ ഭാഗം വിടുക. ഈ ദൈവാനുഭവത്തിലേക്കുള്ള യാത്ര നമ്മെ എവിടെ കൊണ്ടെത്തിക്കുക? രണ്ടാമത് അടിവരയിടുന്ന പോയിന്റും ചിന്തയും അത് തന്നെയാണ്. പ്രത്യേകിച്ച് പൗരസ്ത്യ ആധ്യാത്മികതയിൽ ഏറെ പ്രാധാന്യമുള്ള വിഷയമാണെന്നല്ലോ. ഈ ദൈവാനുഭവം നമ്മെ നയിക്കുന്നത്, അടിവരയിടുന്നു, രൂപാന്തരത്തിലേക്കാണ്. ദൈവാനുഭവം നമ്മെ നയിക്കുന്നത് രൂപാന്തരത്തിലേക്കാണ്, ട്രാൻസ്ഫർമേഷനിലേക്കാണ്, രൂപാന്തരത്തിലേക്കാണ്. ട്രാൻസ്ഫിഗറേഷൻ ലീഡ്സ് അസ് ടു ട്രാൻസ്ഫർമേഷൻ. അത് രൂപാന്തരത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നമുക്കൊരു രൂപാന്തരം അവിടെ മനോഹരമായ ദൃശ്യമാണ് നമുക്ക് ആ വേദചിന്തയിൽ കാണാൻ സാധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മുഖഭാവം മാറുന്നു എന്ന് പറയുന്നു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ സുന്ദരമായി സൂചിപ്പിക്കുന്നത്. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെയായി എന്നാണ് ലൂക്കോസ് സൂചിപ്പിക്കുന്നത്. മർക്കോസ് പറയുന്നത് ലോകത്തിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം വെണ്മയുള്ളതായി തീർന്നു എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വെണ്മയെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ദൈവാനുഭവം വാസ്തവത്തിൽ ആദ്യം ശിഷ്യന്മാർക്ക് ലഭിക്കുന്നില്ല. ശിഷ്യന്മാർക്ക് അവിടെ ചെന്നെങ്കിലും അവർക്ക് ലഭിക്കുന്നില്ല. ഈ ആരാധനയിലൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മുടെയും വിഷയം ഇതാ. ലൂക്കോസ് അത് മാത്രം അത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് ദൈവാനുഭവം ലഭിക്കാതെ പോയതിനെക്കുറിച്ച് 9-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ 9:32 പറയുന്നുണ്ടോ? പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ആരല്പം ഇല്ലേ, ഇവിടെ വന്നിരുന്ന ചിലരുടെയൊക്കെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നല്ല ഫാനിൻ്റെയൊക്കെ ചുവട്ടിലിരുന്നപ്പോൾ, പ്രത്യേകിച്ച് രാവിലെ അല്പം പട്ടിണിയോടെ, അത് ഉപവാസം എന്നുള്ള വാക്ക് പലപ്പോഴും നമുക്ക് ഉപയോഗിക്കണം. നമ്മളെയൊക്കെ പട്ടിണിയായിട്ട് തിരികെ. ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും കൂടെ വസിക്കുന്ന അനുഭവങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ടായാലും ചെറിയൊരു മയക്കം. ഈ മയക്കം പലപ്പോഴും നമ്മിലെ ദൈവാനുഭവവും രൂപാന്തരവും മാറ്റിക്കളയാനിടയാവും. ഇവർക്ക് കാണാൻ പോലും പറ്റിയില്ല എന്നാണ് പറയുന്നത്. അവർ ചെറിയ നിദ്രാഭാരത്താൽ മയങ്ങിയിരുന്നത് കൊണ്ട്. ഇതുപോലെ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒത്തിരി മയക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവ തേജസ്സും മഹത്വവും കാണാൻ കഴിയാതെ, അനുഭവിക്കുവാൻ കഴിയാതെ നിരാശപ്പെട്ടു പോകുന്ന അനേക ചിത്രങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഇവിടെ ശിഷ്യന്മാർക്ക് പോലും പറ്റിയതാ, കൂട്ടിക്കൊണ്ടുപോയതാ, ദൈവാനുഭവത്തിലേക്ക് അവരെ ആനയിച്ചതാണ് തീർത്ഥാടകരായി. പക്ഷെ അവിടെ ചെല്ലപ്പോൾ അവർക്ക് അവിടെ അല്പസമയം, അതുകൊണ്ട് തമ്പുരാൻ തൻ്റെ കഷ്ടാനുഭവത്തിൽ പോലും പറഞ്ഞു, നിങ്ങൾക്കൊരല്പം, ഗത്സമനയിലിരിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഒരല്പസമയം ഉണർന്നിരുത്താൻ കഴിഞ്ഞില്ലേ? അവരുടെ ദർശനക്കുറവ് അവരിലേക്ക് ഉറക്കം കൊണ്ടുവന്നു. ശിഷ്യന്മാരുടെ പ്രശ്നം അതാ. നമ്മുടെയൊക്കെ വിഷയം ഇത് തന്നെയാണ്. പഴയ നിയമം പരിശോധിക്കുമ്പോൾ വലിയ ഒരു ശക്തിശാലിയായ ഒരു മനുഷ്യനുണ്ട്, ശിംശോനെ കുറിച്ച് പറയുന്നത് ജഡേച്ഛയും ജഡഭോഗേച്ഛയും തന്നെ ഉറക്കിക്കളഞ്ഞു. ആരുടെ മടിയില? ദലീലയുടെ മടിയിൽ. അതുകൊണ്ട് അവന് ശക്തി ചോർന്നുപോയി എന്ന് പറയും. തേജസ്കരണത്തിൻ്റെ അനുഭവം നഷ്ടപ്പെടുന്നത്, രൂപാന്തരത്തിൻ്റെ അനുഭവം നഷ്ടപ്പെടുന്നത്, ഇത് കാണുവാൻ പോലും കാഴ്ച നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല, പലപ്പോഴും അലസമായ ഉറക്കം. ശിംശോൻ ജഡേച്ഛയിൽ ഉറങ്ങിയെങ്കിൽ, ഒരുപക്ഷെ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം എത്ര ശക്തമായിരുന്നു, എത്ര തീവ്രമെന്നുള്ള തീഷ്ണമുള്ള പ്രവാചകനെയായിട്ടാണ് എലി അവനെ കാണുന്നത്. പക്ഷെ താഴേക്ക് ഇറങ്ങി വന്ന് ഒരു സ്ത്രീ പറഞ്ഞു, ആരാണത്? ഇസബേൽ, നിന്നെ ഇതുപോലെ ആക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഓടുക. സീൻ മരുഭൂമിയിൽ ഓടി ചുരച്ചുടിയുടെ ചൂട്ടിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ വല്ലാണ്ട് നിലവിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, എന്താ? അങ്ങ് ചത്താ മതിയായിരുന്നു. നിരാശയുടെ നിലവിളി, ഉറക്കമാണ് നിരാശയുടെ നിലവിളി. പിന്നീട് നാം കാണുന്നുണ്ട് ഏലിയാവിൻ്റെ മഹത്വത്തിലേക്കുള്ള മടങ്ങിവരവ്. പിന്നീട് ഹോറേബിൽ നാം കാണുന്നുണ്ടെങ്കിലും ഒരു നിമിഷം നിരാശയിൽപ്പെട്ടു പോയപ്പോൾ ആ തേജസ് കാണുവാനും തേജസ്കരിക്കപ്പെടുവാനുള്ള സാധ്യത അവൻ നഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്,
നാം ധ്യാന വിഷയമാക്കേണ്ടതാണ്. ദൈവമേ, എത്രയോ ആരാധനകൾ അവരവരുടെ പ്രായമനുസരിച്ച് നോക്കിയിട്ട് വിശുദ്ധാരാധനയിലൂടെ, ആത്മീയാനുഭവങ്ങളിലൂടെ, നോമ്പനുഷ്ഠാനങ്ങളിലൂടെ, വിശുദ്ധ കുർബാനാനുഭവങ്ങളിലൂടെ ഒക്കെ പ്രയാണം ചെയ്യുമ്പോഴും നമ്മുടെ അലസത, നമ്മുടെ തീഷ്ണതയില്ലായ്മ, നമ്മുടെ അലംഭാവം, നമ്മുടെ വല്ലാത്ത ഉറക്കം, അത് നിരാശയുടേതാണോ, ജഡേച്ഛകൾക്ക് പിന്നാലെയുള്ളതാണോ? വീണ്ടും യോനേ നാം കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങുമ്പോൾ അനുസരണക്കേടിൻ്റെ ഉറക്കമാണ്. ഇതുപോലെ പല ഉറക്കങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഉറക്കങ്ങൾ നമ്മുടെ ആധ്യാത്മിക ചൈതന്യവും ആത്മീയ അനുഭവവും ദൈവാനുഭവവും നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകും. നിദ്ര വിട്ടുണർന്നപ്പോഴാണ് ശിഷ്യന്മാർക്ക് ഈ തേജസ് മനോഹരമായി അനുഗ്രഹരമായിട്ട് കാണാൻ സാധിക്കുന്നത്. ആ മാറ്റത്തെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് വേദപുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. എല്ലാ സ്വാർത്ഥതയും വെടിയുക. ഈ തേജസ്സുറ്റ രൂപം, ദൈവത്തിൻ്റെ രൂപം അവർ കാണുകയാണ്. ദൈവ ശബ്ദത്തിനവർ കാതോർക്കുകയാണ്. പുത്രൻ്റെ തേജസ് അതിൻ്റെ പൂർണ്ണതയിൽ കാണുകയാണ്. അവരുടെ സ്വാർത്ഥത മാറുകയാണ്. ഇനി എവിടെയും പോകുന്നില്ല, ഇവിടെ ഇരിക്കാൻ പോകുക. പൗത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, കുടിലുണ്ടാക്കാൻ പോകുക, ഇവിടെ ഇരിക്കാം, ഇനി എവിടെയും പോകണ്ട. എത്ര സുന്ദരമായ നിമിഷങ്ങൾ ആത്മബോധ്യപ്പെട്ടപ്പോൾ അതിൽ തന്നെ കഴിയുവാൻ, രമിക്കുവാൻ ചിന്തിക്കുന്ന ഒരു ശിഷ്യനെയാണ് നാം കാണുന്നത്. ഈ തേജസ് ട്രാൻസ്ഫോർമേഷൻ്റെ വ്യത്യാസമാണ്. നമുക്ക് രൂപാന്തരം വരാത്തത് കൊണ്ടാണ് അലസത നമ്മെ ബാധിക്കുന്നത്. രൂപാന്തരം വരാത്തത് കൊണ്ടാണ് പലതിൻ്റെയും പിന്നാലെ വല്ലാണ്ട് പരക്കം പായുന്നത്. ഒരു മടങ്ങി വരവ് അനിവാര്യമാണ്. രൂപാന്തരത്തിലേക്കൊരു മടക്കയാത്ര ആവശ്യമാണ്. നമുക്കൊരു തിരിച്ചുവരവ് ആവശ്യമാണ്. നമ്മിലൊക്കെ ഈ ക്രിസ്തു ഒന്ന് ഉണരാൻ സാധിക്കണം. നമ്മിലൊക്കെ അത് മനോഹരമായി ക്രിസ്തു വേദപുസ്തകത്തിൽ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. നമുക്കൊക്കെ ഇഷ്ടവുമാണ്, പാട്ടും പാടാറുണ്ടത്. പടകിൽ യാത്ര ചെയ്യുന്ന മനോഹരമായൊരു ചിത്രമുണ്ട്. എന്താ പടകിലെ യാത്ര? പടകിൽ യാത്ര ചെയ്യുമ്പോൾ യേശു എന്ത് ചെയ്യായിരുന്നു? വേദപുസ്തകം പറയുന്നത് അതിൻ്റെ അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. പക്ഷെ സംഭവിച്ചു, വല്ലാത്ത കാറ്റും കോളും. ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു, നമുക്ക് പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മളൊക്കെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താ ചെയ്യേണ്ടത്? ക്രിസ്തുവിനെ അവർ ഉണർത്തുകയാണ്. ഉണർന്ന ക്രിസ്തു കാറ്റിനെയും കടലിനെയും ശാസിച്ചു, എല്ലാം ശാന്തമായി. ഇത് ഞാൻ എന്തിനു ഓർമ്മിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഈ പടകും എല്ലാം വിട്ടാട്ട്, ഈ പടക് ഞാനാണ്, മനുഷ്യ ശരീരമാകുന്ന പടക. ഞാനും നിങ്ങളുമൊക്കെ ഒരു പടക് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തുവിനെ നമ്മൾ എന്നാ സ്വീകരിച്ചത്? വിശുദ്ധ മാമോദീസായിലൂടെ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചതാണ്. പക്ഷേ ഞാൻ ഉള്ളിലേക്ക് സ്വീകരിച്ച ക്രിസ്തു ഇന്ന് എന്നിൽ ഉണർന്നിരിക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ? ആ ഉത്തരവാദിത്വം എനിക്കാണ്. ആ ക്രിസ്തു വല്ലാണ്ട് കിടന്ന് നിദ്രയിലാണ്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വർദ്ധിക്കുന്നതിൻ്റെ കാരണം ക്രിസ്തു എന്നിൽ ഉറങ്ങുകയാണ്. ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ഉറങ്ങുന്ന ക്രിസ്തുവിനെ ഉണർത്താൻ ആർക്കേ പറ്റുള്ളൂ? എന്നെ കൊണ്ടേ പറ്റുള്ളൂ. ഞാൻ ഉണർത്തണം. എനിക്ക് ക്രിസ്തുവിനെ ഉണർത്തുവാൻ എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. അത് ആരാധനയുടെ വഴിയാണ്. അത് പാട്ടുപാടി പ്രാർത്ഥിക്കുമ്പോൾ, തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ, ധ്യാന ശുശ്രൂഷകൾ സംബന്ധിക്കുമ്പോൾ, തിരുശക്തങ്ങൾ അനുഭവിക്കുമ്പോഴൊക്കെ ക്രിസ്തു എന്നിൽ ജീവിക്കുക. ക്രിസ്തു എന്നിൽ ഉറങ്ങുകയാണോ? ക്രിസ്തു എന്നിൽ ജീവിക്കുകയാണോ? ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോൾ ആ രൂപാന്തരം എന്നിലൂടെ എൻ്റെ ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമാണ്. ഒരുപക്ഷെ വ്യക്തിപരമായി സംഘർഷങ്ങൾ അനുഭവിക്കുന്ന അനേകം മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്. വേദിയിൽ ഞങ്ങൾ നിങ്ങളുടെ മുഖത്ത് നിൽക്കുമ്പോഴും ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി സംഘർഷങ്ങളുണ്ട്, ആത്മസംഘർഷങ്ങൾ. അത് കുടുംബ പ്രശ്നങ്ങളാവാം, പ്രവർത്തന കർമ്മ മേഖലകളിലെ പ്രശ്നങ്ങളാവാം. ഒരുപക്ഷെ ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ മണിപ്പൂരിൻ്റെ പ്രശ്നം ഞാനും നിങ്ങളുമൊക്കെ നെഞ്ചിലേറ്റേണ്ട വിഷയങ്ങളാണ്. സംഘർഷങ്ങൾ ഒത്തിരി നമുക്ക് ചുറ്റുമുണ്ട്, പല വിഷയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിനൊക്കെ എന്തേ പരിഹാരം കാണാതെ പോകുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ വ്യക്തി സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ എന്നെക്കൊണ്ടേ പറ്റുള്ളൂ. അത് എന്നിലെ ക്രിസ്തുവിനെ ഉണർത്തുന്നതിലൂടെയാണ്. ക്രിസ്തു എന്നിൽ ഉറങ്ങുകയാണോ, ഉണർന്നിരിക്കുകയാണോ? അവൻ വിജിലൻ്റ് ആയിട്ടിരിക്കുകയാണോ? അവൻ്റെ സ്വഭാവം ഉറക്കം തൂങ്ങാത്തവനും ഉറങ്ങാത്തവനുമാണ്. പക്ഷേ എന്നിലെ തിന്മയും എന്നിലെ ദൈവാനുഭവത്തിലുള്ള അകൽച്ചയും, എനിക്ക് പ്രത്യേകിച്ച് പർവ്വതത്തിലേക്ക് പോകേണ്ടവൻ താഴ്വരയുടെ ഉല്ലാസങ്ങളിൽ ആലസ്യപ്പെട്ട് കിടക്കുമ്പോൾ അറിഞ്ഞു പറയാതെ ക്രിസ്തു ഉറങ്ങിപ്പോവുകയാണ്. നമുക്കൊന്ന് ഉണർത്താൻ സാധിക്കുമോ? നമ്മിലെ ദൈവചൈതന്യം ഒന്ന് ഉണർത്താൻ. ഇനിയും ചരിത്രം പരിശോധിച്ചാൽ ദൈവചൈതന്യത്തെ ഉണർത്തി ഒത്തിരി മനുഷ്യരുണ്ട്. നമുക്ക് ചരിത്രത്തിൽ നാം കണ്ടിട്ടുണ്ട്. മോഹൻദാസ് എന്ന് പറഞ്ഞൊരു കൊച്ചുബാലൻ സാധാരണ പയ്യനായിരുന്നു, വലിയ ശ്രേഷ്ഠതയൊന്നുമില്ല. പക്ഷെ തന്നിലെ ദൈവചൈതന്യം, ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് അനിഞ്ഞ് അവനതിനെ തട്ടി ഉണർത്തി വളർത്തിയപ്പോൾ അവൻ വലിയൊരു മഹാനായിട്ട് തീർന്നു. ഭാരതത്തിന് സ്വാതന്ത്ര്യം എടുത്തു എന്ന രാഷ്ട്രപിതാവ് നാം വിശേഷിപ്പിക്കുന്ന മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. വീണ്ടും നാം ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നരേന്ദ്രൻ എന്നൊരു കൊച്ചു ബാലനുണ്ടായിരുന്നു.
ഈ കൊച്ചു ബാലൻ അവനിലെ ദൈവ ചൈതന്യത്തെ, ഈശ്വര ചൈതന്യത്തെ വല്ലാണ്ട് അവൻ പരിപോഷിപ്പിച്ചപ്പോൾ അവനിലൂടെ കടന്നു വന്ന ഒരു വലിയ മനുഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. യൂറോപ്പിലെ ഒരു കൊച്ചു തെരുവീഥിയിൽ സാധാരണ കുടുംബത്തിൽ ഒരു കൊച്ചു ബാലികയായിട്ട് വളർന്നവൾ, അവളിലെ ദൈവചൈതന്യം, ക്രിസ്തു ചൈതന്യം അവൾ പ്രോജ്വലമാക്കാൻ ശ്രമിച്ചു. തൻ്റെ ജീവിതത്തിലൂടെ ആ ചൈതന്യം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് ലോകം മുഴുവൻ വിശുദ്ധയെന്ന് പ്രകീർത്തിക്കുന്ന മൺമറഞ്ഞ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ടും കാലഘട്ടത്തിലൂടെ ഇന്നും മനുഷ്യനെ മനോമുഖരങ്ങളിൽ ശക്തസ്വാധീനമായി നെഞ്ചിലേറ്റി വയ്ക്കുന്ന സ്ത്രീ. ആരാത്? മദർ തെരേസ. ആഗ്നസിൻ്റെ ചിത്രത്തിൻ്റെ പൂർണ്ണഭാവമാണ്. ആഗ്നസിലെ ദൈവചൈതന്യം ഉണർന്നപ്പോൾ ലഭിച്ച ഭാവമാണ്. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷങ്ങളിലും ഓരോ വയസ്സ് കൂടുന്നതല്ലാണ്ട് എന്നിലെ ദൈവചൈതന്യം വളർന്നതിൻ്റെ പൂർണ്ണതയിലേക്ക്, എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന അനുഭവത്തിലേക്ക്, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവചൈതന്യത്തെ കൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. ഈ ഒരു ആധ്യാത്മികമായ രൂപാന്തരമാണ്, മാറ്റമാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. വിശുദ്ധ മാമോദീസയുടെ അഭിഷേകത്തിലൂടെയൊക്കെ നാം പ്രാപിക്കുന്ന ഈ ദൈവചൈതന്യത്തെ നമ്മിൽ വളർത്തിയെടുക്കാൻ, നമ്മളിൽ ഉറങ്ങുന്ന ദൈവചൈതന്യത്തെ, ഉറങ്ങുന്ന ക്രിസ്തുവിനെ, ഞാൻ പറഞ്ഞ ഇൻവെർട്ടർ കോമയില്ല, നാം ക്രിസ്തു ഒരിക്കലും ഉറങ്ങുന്നവനും ഉറക്കം തൂങ്ങാത്തവനുമാണ്. ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നവനും ഉറക്കം തൂങ്ങാത്തവനും ഉറങ്ങാത്തവനുമാണ്. പക്ഷേ നമ്മുടെ തിന്മപ്പെട്ട ജീവിതം, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജീവിതം, പർവ്വതത്തിൽ നിന്ന് അന്യമായ ആലസ്യത്തോടെ നാം താഴ്വരയിൽ പെട്ടുപോകുമ്പോൾ ക്രിസ്തു ഉറങ്ങുകയാണ്. നമുക്ക് ഉണർത്താൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ ചിന്ത അവസാനിപ്പിക്കുക. ഈ ഒരു ഗ്രഡേഷനാണ്, ഈ സ്പിരിച്വൽ ജേർണി ഒരു ഗ്രഡേഷനാണ്. ആദ്യം വിളി, ആ വിളിക്ക് കാതോർക്കുന്നു, ദൈവാനുഭവത്തിലേക്കുള്ള വിളിക്ക് കാതോർക്കുന്നു. അതിനൊരു ക്ലിപ്തമായ ഒരു പ്രീകണ്ടീഷനുണ്ട്, വിശ്വാസം ഉറപ്പിക്കുക. ആ വിശ്വാസം ഞാനും നിങ്ങളും, പത്രോസ് തൻ്റെ വാക്കിലൂടെ ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം പ്രഖ്യാപിച്ചെങ്കിൽ നാം മാമോദീസായിലൂടെ ആ വിശ്വാസം പ്രഖ്യാപിച്ച് ക്രിസ്തുവിൻ്റെ പാതയിലൂടെ വളരുവാൻ അവനെ നമ്മുടെ ഉള്ളിൽ, അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ മനോഹരമായി അവനെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. വിശുദ്ധ മാമോദീസായിൽ നമ്മൾ ഉള്ളിൽ വസിക്കുക. പക്ഷേ ഈ ക്രിസ്തു ഉറങ്ങിയാൽ ഒരിക്കലും നമുക്ക് രൂപാന്തരം, ഒരിക്കലും നാം പരിവർത്തനം അനുഭവപ്പെടുന്നില്ല. ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ, ഒരു സഹോദരൻ നിലയിൽ, ഒരു സത്യവിശ്വാസ നിലയിൽ, ഒരു സംഘടനയുടെ പ്രവർത്തന നിലയിൽ, ബലഹീന ഞാൻ ഈ പരിശുദ്ധ സഭയുടെ ഒരു പുരോഹിതന്റെ നിലയിൽ ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം എനിക്ക് ആധ്യാത്മിക ചൈതന്യമുള്ള ക്രിസ്തു പൂർണ്ണമായി എന്നിൽ വളരുന്ന ഒരാത്മീയ പൂർണ്ണതയിലേക്ക്, ആത്മീയ തേജസ്കരണത്തിലേക്ക്, രൂപാന്തരത്തിലേക്ക് എനിക്ക് വളരാൻ സാധിക്കുന്നുണ്ടോ? ആ വളർച്ച എന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു പൂർണ്ണതയുണ്ട്, ഒരു എക്സ്റ്റസിയുണ്ട്, ഒരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതയ്ക്ക് പറയുന്ന പേരാണ് രൂപാന്തരം. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. ആ രൂപാന്തരം ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കാണ്. അത് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യമത, നമ്മുടെ പരിപൂർണ ലക്ഷ്യമത അല്ല, ഇടയ്ക്ക് കിട്ടുന്ന ഒരു കാര്യം മാത്രമല്ല. ഇതിനൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. പഠിപ്പിക്കുമ്പോഴറിയാം, ഇവിടെ സംസാറൊക്കെ വലിയ കോളേജിലെ പ്രൊഫസർമാർ, പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരെ പഠിപ്പിക്കുന്നത്, ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. എന്താണ് നാം അച്ചീവ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് അച്ചീവ് ചെയ്യാനുള്ള ഇലസ്ട്രേഷൻസ് ഉണ്ട്. അത് കൃത്യമായി ബോധ്യപ്പെടണം. അത് നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയെന്ന് ഇവാലുവേഷനിലൂടെ. അവിടെ ലക്ഷ്യപ്രാപ്തി എന്താ? ദൈവരാജ്യ അനുഭവം. ദൈവരാജ്യ അനുഭവത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ കേവലം ഒരു ക്ഷണം, ആ ക്ഷണം ദൈവാനുഭവത്തിലേക്കുള്ള ക്ഷണമായിരുന്നു. അത് രൂപാന്തരത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നെങ്കിൽ അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ അനുഭവം, നിത്യതയുടെ അനുഭവം ഇവിടെ കാണുകയാണ്. ക്രിസ്തു പഠിപ്പിക്കുകയാണ്. എന്താ നിത്യതയുടെ അനുഭവം എന്ന് പറയാൻ കാരണം? ഈ നിത്യതയുടെ അനുഭവത്തെക്കുറിച്ചാണ് വേദഭാഗത്ത് അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് അനുഗ്രഹത്തോടെ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പോയ ആളുകളെ മാത്രമല്ല കാണുന്നത്, വ്യത്യസ്തമായ ചില മുഖങ്ങൾ കാണുന്നുണ്ട്. ആരൊക്കെയാണ് അവിടെ കാണുന്നത്? വേദപുസ്തകത്തിൽ അത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ദൈവരാജ്യ ദർശനത്തിൽ നാം കാണുന്നു രണ്ടുപേരെ അഡീഷണലായി. ഒന്ന്, മരിച്ച് അടക്കപ്പെട്ട ആളാരാണ്? മോശയെ കാണുക. ഏകദേശം ക്രിസ്തുവിന് 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ ഒരു മനുഷ്യനെ, പ്രവാചകനെ അവിടെ കാണുകയാണ്. വീണ്ടും മരണം കാണാതെ അഗ്നിത്തേരിൽ എടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആരെ കാണുക? ഏലിയാവിനെ കാണുക. മരിച്ചവരും ജീവനുള്ളവരുമൊക്കെ, പ്രത്യേകിച്ച് ഈ പർവ്വതാരോഹണത്തിന് പോകുന്നതിന് മുമ്പ് ക്രിസ്തു സംസാരിക്കുന്നു. പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു അവരോട് പറയുക, നീ നിൽക്കുന്നവരിൽ ചിലർ മരണം കാണാത്തവരായി സ്വർഗരാജ്യം കാണുവോളം
മരണം കാണാത്തവരായി ചിലർ ഈ നിൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യവും അത് തന്നെയാണ് പറയുന്നത്. ദൈവരാജ്യം കാണാതെ മരണം കാണുകയില്ല എന്ന് വെളിപ്പെടുത്തുകയാണ്. ദൈവരാജ്യം ദർശിക്കുവോളം മരണം കാണാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ശിഷ്യന്മാരുടെ കൂട്ടത്തെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറയുന്നു. എന്നിട്ടാണ് അവരെയും കൂട്ടിക്കൊണ്ട് ഈ പർവ്വതത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ദർശനം അവർക്ക് കൊടുക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ദർശനമാണെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാ? ഒരിടത്ത് നിൽക്കുകയാണ് മോശ. മരിച്ചവർ, അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കാഹളം മുഴങ്ങുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും കല്ലറയിൽ നിന്ന്. ജീവനോടെ ശേഷിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? രൂപാന്തരം സംഭവിക്കും. ഇവിടെ രണ്ടു കൂട്ടരെയും കാണുന്നു, മരിച്ചവരെയും കാണുന്നു, മരിക്കാതെ എടുക്കപ്പെട്ട ഏലിയാവിനെയും കാണുകയാണ്. അപ്പം മരിച്ചവൻ അനുഗ്രഹത്തോടെ കല്ലറയിൽ നിന്ന് തമ്പുരാനോടൊപ്പം നിൽക്കുക. മരണം കാണാതെ എടുക്കപ്പെട്ടവൻ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ വലത്തുഭാഗത്തായിട്ട് നിൽക്കുക, ഇടത്ത് വലത്ത് നിൽക്കുക. ജീവനോടെ നിൽക്കുന്ന പത്രോസും യാക്കോബും യോഹന്നാനും വല്ലാത്തൊരു സ്പിരിച്വൽ എക്സ്റ്റസിയില, ഒരു ആധ്യാത്മിക ഹർഷോന്മാദത്തിൽ നിൽക്കുക. അപ്പോഴാ കേൾക്കുന്നൊരു ശബ്ദം. എന്താ? ഉയരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജീവന്റെ ശബ്ദം പിതാവിൽ നിന്ന് മുഴങ്ങുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീരുന്ന ശബ്ദം കേൾക്കുക. മാത്രമല്ല, വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമെന്ന് സൂചിപ്പിക്കുന്ന ശ്ലേമോൻ്റെ ശോശപ്പ എന്ന് പറയുന്ന പോലെ ശോശപ്പ കൊണ്ട് മടക്കിയിരിക്കുക. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ പ്രതീകമായ മേഘക്കെട്ടിനോട് തുല്യം. അതിനൊത്തിരി പ്രതീകങ്ങളുണ്ടെങ്കിലും ഒരു പ്രതീകം അതാണ്. ആ മേഘക്കെട്ട് ഉയരങ്ങളിൽ കാണുകയാണ്. വെള്ളി മേഘം കാണുകയാണ്, മിന്നുന്ന മേഘം കാണുകയാണ്, തേജസ്സുറ്റ മേഘം കാണുകയാണ്. ആ മേഘം എന്തിൻ്റെ പ്രതീകമായി കാണുന്നു? പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി. ഈ തൃത്വം വെളിപ്പെട്ട, അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ മനോഹരമായ ദൃശ്യത്തെക്കുറിച്ച് ഇറ്റ്സ് എ തെയോഫനി, അതൊരു വെളിപ്പെടുത്തലാണ്. എന്തിൻ്റെ? ആ വെളിപ്പെടുത്തൽ തൃത്വത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഇവിടെയാണ് പഠന വിഷയമാക്കേണ്ടത്. പലരും പരിശുദ്ധ പൗരസ്ത്യ ആധ്യാത്മികതയുടെ കാതലായ വിശ്വാസം, അതൃത്വ വിശ്വാസം, ചെല്ലി ചോദിക്കുന്നു, വേദപുസ്തകത്തിൽ എവിടെ കൊടുക്കുന്നുണ്ട്? രണ്ടിടത്താണ് സുന്ദരമായി കൊടുക്കുന്നത്. ക്രിസ്തു അനുഗ്രഹത്തോടെ സ്നാനമേൽക്കുമ്പോഴും പിതാവാം ദൈവം ഉയരത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ശബ്ദം മുഴങ്ങുന്നു. പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നു. പുത്രൻ തമ്പുരാൻ നമ്രശിരസ്കരായി നിൽക്കുന്ന ചിത്രം. ഇത് തൃത്വത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. രണ്ടാമത് ഈ താബോറിൻ്റെ ഔന്നത്യത്തിൽ നാം കാണുന്നതും ഇത് തന്നെയാണ്. മനോഹര ദൃശ്യമാണ് തൃത്വത്തിൻ്റെ. ഇത് ദൈവരാജ്യത്തിൻ്റെ ഭാവമാണ്. ദൈവരാജ്യത്തിലേക്കുള്ള അനുഗ്രഹരമായ ദർശനമാണ്. പ്രീ ടേസ്റ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആണ്. ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദനമാണ് കാണുന്നത്. ദൈവശബ്ദവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പുത്രൻ തമ്പുരാൻ്റെ തേജസ്സുറ്റ ഭാവവും, മുഖത്ത് നോക്കുവാൻ കഴിയാത്തവണ്ണം തേജസ്സുറ്റത ക്രിസ്തുവിൻ്റെ ഭാവവും അവിടെ കാണുകയാണ്. ഈ മനോഹരമായ ദൃശ്യമാണ് ദൈവരാജ്യത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണ്. ഈ ദൈവരാജ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നിത്യതയുടെ അനുഭവത്തിലേക്കാണ് നാം കൊണ്ടെത്തിക്കുന്നത്. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ആധ്യാത്മികതയുടെ അനുഭവത്തിലൂടെ തീർത്ഥാടകരായി യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഈ താഴ്വരയുടെ ഒരങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുക. അതിനപ്പുറം അനുഗ്രഹത്തോടെ പർവ്വതമുകളിലേക്ക് ഒന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമോ? ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുമോ? മോശയുടെയും ഏലിയാവിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടുള്ള ദൈവരാജ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുമോ? നമുക്ക് ഈ യാത്ര സാധ്യമായിട്ട് തരണമെങ്കിൽ അതിന് ചെറിയ വഴികളുണ്ട്. അത് വേദപുസ്തകത്തിൽ കാണുന്നു. ഒന്ന് ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയാണ്. പത്രോസും യാക്കോബും യോഹന്നാനും യാത്ര ചെയ്ത് ക്രിസ്തുവിൻ്റെ വിളി കേട്ട് അവൻ്റെ വഴികളിലൂടെയാണ്, വഴിത്താരകളിലൂടെയാണ്. നമുക്ക് ക്രിസ്തുവിനോടൊപ്പം അവൻ്റെ കരം പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ശുഭ അവസാനമുണ്ടാകണമെങ്കിൽ, ശുഭപര്യാവസ്ഥയായി തീരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കണം. വീണ്ടും രണ്ടാമത് കാണുന്നു, മോശ സഞ്ചരിച്ച വഴി ഏതാ? മോശ സഞ്ചരിച്ചത് പർവ്വതത്തിൻ്റെ മുകളിൽ 40 രാവും 40 പകലും ഉപവസിച്ചവൻ ദൈവത്തിൻ്റെ അനുഗ്രഹീത വചനം കൊണ്ടാണ് കടന്നു വരുന്നത്, കൽപ്പന കൊണ്ടാണ് കടന്നു വരുന്നത്. വചനത്തിൻ്റെ വഴിയാണ്. അപ്പോൾ രണ്ടാമത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴി വചനത്തിൻ്റെ വഴിയാണ്. വചനത്തെ ചേർത്ത് പിടിക്കുമ്പോൾ, വചനത്തെ വായിക്കുക മാത്രമല്ല, വചനത്തെ ധ്യാനിക്കുക മാത്രമല്ല, വചനം പ്രമാണിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഭാഗ്യവാനെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ വചനത്തിൻ്റെ വഴി ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. മോശ സഞ്ചരിച്ചത് വചനത്തിൻ്റെ വഴിയിലൂടെയാണ്. വീണ്ടും ഏലിയാവ് സഞ്ചരിച്ച വഴി ഏതാ? നമുക്കറിയാം. നിരാശയുടെ പടുകുഴിയിൽപ്പെട്ട് ചുരച്ചുടിയുടെ ചുവട്ടിൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തുന്നുണ്ട്, അവനോട് സംവദിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും അവൻ ഉറക്കത്തിൽ ആണ്ടുപോകുന്നു. വീണ്ടും തട്ടി ഉണർത്തിയിട്ട് 2 കാര്യങ്ങൾ കൊടുക്കുന്നു. എന്താ? വെള്ളവും അടയും. അത് മുൻവിധി തമ്പുരാൻ്റെ തിരുശക്തകളിൻ്റെ അനുഗ്രഹരമായ പ്രതീകമാണ്.
തമ്പുരാൻ്റെ തിരുശക്തങ്ങൾ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവൻ ഒരിക്കലും മരിച്ചു പോകുകയില്ല, അവൻ നിത്യജീവൻ്റെ അവകാശിയാകും, ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകും. നിത്യതയിലേക്കുള്ള പ്രവേശനമാണ് തമ്പുരാൻ്റെ തിരുശക്തം. 3 വഴികളിലൂടെ ക്രിസ്തുവിൻ്റെ കരം പിടിച്ചുകൊണ്ടുള്ള യാത്രയിലൂടെ, അത് വിശുദ്ധ മാമോദീസയിലൂടെ നാം ആരംഭിച്ചിരിക്കുക. ആ വഴിയെ പരിപോഷിപ്പെടുത്തുന്നത് വചനത്തിൽ അധിഷ്ഠിതമായ, അത് മോശ കാണിച്ചു തരുന്ന വചനാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ വഴിത്താരയാണ്. വീണ്ടും എലിയ നബിയ നമുക്ക് കാണിച്ചു തരുന്ന തമ്പുരാൻ്റെ തിരുശക്തങ്ങളുടെ അനുഭവം നമ്മെ നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെ ആ അനുഗ്രഹത്തിൻ്റെ വഴിത്താരയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുമോ? ആ ദൈവാനുഭവത്തിലേക്ക് സഞ്ചരിക്കുവാനും ദൈവദർശനം നമുക്ക് അനുഭവവേദ്യമായിട്ട് തീരുവാനും ഇടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ വിരാമം ഇടുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? നാം ചിന്തിക്കേണ്ടുന്ന മനോഭാവം ഈ പർവ്വതത്തിൻ്റെ അനുഗ്രഹീതമായ പ്രയാണത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാണെന്നുള്ള ഒരു ബോധ്യത്തോടെ നമുക്ക് സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ മനോഭാവം ആ അമ്മക്കിളിയുടെ ശബ്ദത്തിനൊന്ന് കാതോർക്കുവാൻ സാധിക്കുമോ? കാണാത്ത ദൈവമക്കളെ തിരയുന്ന, കാണാഞ്ഞിട്ട് നിലവിളിക്കുന്ന ഒരമ്മയുടെ കണ്ണുനീരുണ്ട്, ശബ്ദം നമുക്ക് കാതോർക്കാൻ സാധിക്കുമോ? നമ്മുടെ മനോഭാവം അതിന് മാറ്റം വരുത്തേണ്ടത്. നമ്മൾ ബയോളജി, സുവോളജിയൊക്കെ പഠിക്കുമ്പോൾ 2 ജീവികളെക്കുറിച്ച്, 2 ഇൻസെക്ട്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒന്ന് ഈച്ചയും മറ്റൊന്ന് തേനീച്ചയുമാണ്. രണ്ടും ഒരേ സ്പീഷീസാണ്. വാസ്തവത്തിൽ ഒരേ സ്പീഷീസിൽ പെട്ടതാണ് ഈച്ചയും തേനീച്ചയും. പക്ഷേ 2ൻ്റെയും ശൈലി വ്യത്യാസമാണ്. എന്താ ഈച്ചയുടെ പ്രത്യേകത? ഈച്ചയ്ക്ക് എപ്പോഴും ഇഷ്ടം മാലിന്യത്തിൻ്റെ കൂമ്പാരങ്ങളാണ്. ഈച്ചയ്ക്ക് ഇഷ്ടം മാലിന്യത്തിൻ്റെ കൂമ്പാരമാണ്. ഈച്ച ഭക്ഷണ സാധനത്തിൽ വന്നാൽ ഓടിച്ചു വിടുന്നതിൻ്റെ കാരണം എന്താ? വല്ലാത്ത രോഗത്തിൻ്റെ വൈറസുമായിട്ടൊക്കെ അവന് കടന്നു വരിക. അത് രോഗം പടർത്തുന്ന സാധനമാണ്. ആളുകളിലേക്ക്, മറ്റാളുകളിലേക്കൊക്കെ രോഗം പടർത്തുന്ന ഒന്നാണ് വാസ്തവത്തിൽ ഈച്ച. മനുഷ്യനെ വല്ലാണ്ട് അലോചസപ്പെടുത്തും. ഈച്ച വിട്ടുമാറുകയില്ല. നമ്മുടെ ശരീരത്ത് വന്നാൽ ഒരിടത്തുനിന്ന് മാറിയിരിക്കും. അതൊരു ഈവിളിൻ്റെ സിമ്പലായിട്ടാണ് കാണുന്നത്. എന്നാൽ തേനീച്ച ശ്രദ്ധിച്ചാട്ട്, തേനീച്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട്. തേനീച്ച ഒരിക്കലും മാലിന്യത്തെ ഇഷ്ടപ്പെടുന്ന ആളല്ല. പിന്നെ എവിടെ ഇരിക്കുക? നല്ല പൂക്കളിൽ നിന്ന് എന്താ അത് എതിർക്കുക? നല്ല നറുതേനാണ് അതിനകത്ത് ഊർന്നെടുക്കുക. ആ നറുതേനാണ് തന്നിലേക്ക് ആവാഹിക്കുക. ഈ തേനാണ് വാസ്തവത്തിൽ അനേകർക്ക് രോഗമല്ല വരുത്തുന്നത്, സൗഖ്യം കൊടുക്കുന്നത്. വലിയ ഹീലിംഗ് പവറാണ് തേനിനുള്ളത്. ഹീലിംഗ് പവറാണ് തേനിനുള്ളത്. വീണ്ടും മാത്രമല്ല, ഒരു ചെടിയിൽ നിന്ന് മറ്റു ചെടിയിലേക്ക് ഇത് സഞ്ചരിക്കുമ്പോൾ പരപരാഗണം നടത്തി ചെടികൾ വളരുവാൻ, അതിനെ പുഷ്ടിപ്പെടുത്തുവാൻ, അതിൻ്റെ അനുഗ്രഹകരമായ ഉന്നതിക്കും വളർച്ചയ്ക്കും അതിൻ്റെ പ്രജ്വലതയ്ക്കുമൊക്കെ അത് ഇടയാക്കി തീർക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഒക്കെ ഒരേ സ്പീഷീസിൽ പെട്ടവരാ. ഞാൻ ഏത് കാറ്റഗറിയിൽ പെടും? എൻ്റെ മനോഭാവം എന്താ? അത് ഈച്ചയുടേതാണോ തേനീച്ചയുടേതാണോ? അത് നാശത്തിൻ്റെതാണോ? മാലിന്യങ്ങളെ പുൽകുന്നതാണോ? അതോ വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നതാണോ? ഈ തേജസ്കരണത്തിൻ്റെ അനുഗ്രഹീത കാലഘട്ടത്തിലേക്ക് നാളെ കഴിഞ്ഞ് നാം പ്രവേശിക്കുമ്പോൾ, ഈ തേജസ്കരണത്തിൻ്റെ ചിന്ത നമ്മെ സമന്വയിപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വിളിക്ക് കാതോർത്ത് അത് താഴ്വര വിട്ട് പർവ്വതത്തിലേക്ക് ഉയരുവാൻ, പർവ്വതത്തിൻ്റെ ഔന്നത്യം ദൈവരാജ്യത്തിൻ്റെ പ്രകടമായ വലിയ ദൃശ്യമാണെന്നുള്ള തിരിച്ചറിവോടെ, അത് കേവലം ഒരു ദൃശ്യമല്ല, അതൊരു ജീവിതാനുഭവമാകുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണെന്നുള്ള ബോധ്യത്തോടെ ഒരു പരിവർത്തന വിധേയമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ആ വിളിയാണ് ഈ അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ നാം സ്വായത്തമാക്കേണ്ടത്. ഇതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാബലഹീനനെ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എനിക്ക് ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് പ്രാർത്ഥന യോഗത്തിൻ്റെ ഈ മേഖലാ സമ്മേളനം, പ്രത്യേകിച്ച് മുൻപൊരിക്കൽ ഈ ബിജു അച്ഛൻ അലങ്കരിക്കുന്നത് പോലെ പ്രാർത്ഥന യോഗത്തിൻ്റെ അഖില മലങ്കര വൈസ് പ്രസിഡൻ്റായിട്ട് എളിയ ശുശ്രൂഷ നിർവഹിക്കാൻ ഒരു കാലഘട്ടത്തിൽ സാധിച്ച ആ നല്ല അവസരങ്ങളെ നന്ദിയോടെ വീണ്ടും ഓർത്തുകൊണ്ട് ഈ സംഘടനയുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് എല്ലാ നല്ല ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രത്യേകിച്ച് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ 15 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹീതമായ തമ്പുരാൻ്റെ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനനുബന്ധിച്ചുള്ള ഈ തീർത്ഥാടനത്തിൻ്റെ വാരങ്ങൾ ശ്രേഷ്ഠവും അനുഗ്രഹവും, അമ്മയുടെ അനുഭവം കേവലം ഒരു അനുഭവത്തിൻ്റെ ആചരണത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമല്ല, അതിനപ്പുറം അനുഭവമായ ഒരു വികാരമായി തീരുവാൻ ഈ ഇടവകയ്ക്കും ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.